വെൽക്കം ടു മൈ ചാനൽ PSC സ്റ്റഡി എൻ്റെ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ പ്രിലിംസിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു അല്ലേ. അപ്പം ടോട്ടലി 6 എക്സാം ആയിരുന്നു നടന്നത്. അതിൽ 4 റിസൾട്ടാണ് പബ്ലിഷ് ആയത്. അപ്പോൾ അത് ഏതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ആ പോസ്റ്റ് കേട്ടോ. 134/2023 സ്റ്റോർ കീപ്പർ, പിന്നെ 259/2023 സ്റ്റോർ കീപ്പർ, പിന്നെ 587/2023 ഓഫീസ് അറ്റൻഡൻറ്റ്, പിന്നെ 696/2023 പ്യൂൺ റൂം അറ്റൻഡൻറ്റ് അല്ലേ, അഥവാ നൈറ്റ് വാച്ച്മാൻ. ഇത് 4 ഇപ്പോൾ നിലവിൽ റിസൾട്ട് വന്നിരിക്കുന്നത്. ബാക്കി 2 കൂടി പെട്ടെന്ന് ഉണ്ടാവും. അപ്പോൾ എനിക്ക് സെക്രട്ടേറിയറ്റ് OAനെ കുറിച്ച് കുറച്ച് പറയാനുണ്ട്. അതിന് മുന്നേ ഈ സ്റ്റോർ കീപ്പറിൻ്റെ കട്ട് ഓഫ് നോക്കാം. 134/2023 അതിൻ്റെ കട്ട് ഓഫ് 77.1896. പിന്നെ വേറെ ഇനിയൊരു സ്റ്റോർ കീപ്പറും കൂടി ഉണ്ട്, 259/2023. അതിൽ ടോട്ടലി 24,000 പേരുടെയാണ് ഇപ്പോൾ നിലവിൽ പ്രിലിംസിൻ്റെ ആൾക്കാരെ എടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കട്ട് ഓഫ് 78.4946 വേക്കൻസി 2 ഉള്ളൂ കേട്ടോ, ഒഴിവ്. അപ്പം പിന്നെ 696 PDF കിട്ടിയിട്ടില്ല. പിന്നെ ഒരു 697/2023 നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് സൊസൈറ്റി നൈറ്റ് വാച്ച്മാൻ സൊസൈറ്റി കാറ്റഗറിയാണ്. അതിനാണ് കട്ട് ഓഫ് 1.2469. അതിൻ്റെ കാറ്റഗറി നമ്പർ 697/2023 കേട്ടോ. അപ്പം 696 PDF കിട്ടിയിട്ടില്ല. അത് കിട്ടിയാലേ അറിയുള്ളൂ അതിന് എത്രയാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് എന്ന്. അപ്പോൾ മറ്റേത് ഇപ്പോൾ ഏറ്റവും നല്ലൊരു ചാൻസ് ഉള്ളത് മറ്റേ ഇതാണ് കേട്ടോ, സെക്രട്ടേറിയറ്റ് OA. അതിന് കട്ട് ഓഫ് 73.23 അധികം ഒന്നും കട്ട് ഓഫ് വന്നിട്ടില്ല. നോർമലൈസേഷനൊക്കെ നടത്തിയത് കൊണ്ട് 65-64 മാർക്കുള്ളവർക്കൊക്കെ ഈ സെക്രട്ടേറിയറ്റ് OA ലഭിച്ചിട്ടുണ്ട്. 587/2023 അതിൻ്റെ കാറ്റഗറി നമ്പർ. നിലവിൽ 300-350 വേക്കൻസികളുണ്ട്. ഒരു 54,500 പേരുടെ ലിസ്റ്റാണ് ടോപ്പ് നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ പ്രൊമോഷൻ സാധ്യതകൾ കൂടുതലുള്ള പോസ്റ്റാണ് ഈ സെക്രട്ടേറിയറ്റ് OA. ഇതിന് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് എവിടെയെല്ലാം നോക്കാം കേട്ടോ. ഒന്ന് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, പിന്നെ കേരള PSC ഓഫീസ്, കേരള ലെജിസ്ലേറ്റീവ് സെക്രട്ടറി, പിന്നെ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇതിലെല്ലാമാണ് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് 10ാം ക്ലാസ്സാണ്, LD ലെവലിലുള്ളൊരു എക്സാമാണ്, ഡിഗ്രിക്കാർക്കും പറ്റും. അപ്പോൾ കോമ്പറ്റീഷൻ ഓട്ടോമാറ്റിക്കലി കൂടുതൽ ആണ്. അതുപോലെ മെയിൻ ലിസ്റ്റിൽ ഇപ്പോൾ വാങ്ങിയ പോലെ മാർക്കൊന്നും വാങ്ങിയാൽ മെയിൻ ലിസ്റ്റിൽ എത്തില്ല. അപ്പം നിങ്ങളുടെ പഠനം കുറച്ചുകൂടി നല്ല രീതിക്ക് കൊണ്ടുപോവുക. ദിവസവും മോഡൽ എക്സാംസ് ചെയ്യുക, നല്ല മാർക്കിലെത്തണം. അപ്പോൾ പ്രൊമോഷൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു SSLC മാത്രമാണ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒന്ന് ഓഫീസ് അറ്റൻഡൻറ്റ് ഗ്രേഡ് 1 അല്ലെങ്കിൽ ക്ലർക്ക് അസിസ്റ്റൻറ്റ്. ഇത് 2 മാത്രമാണ് ഇതിലെ SSLC മാത്രം ഉള്ളവർക്കുള്ള പ്രൊമോഷൻ സാധ്യതകൾ. ഇത് 2 മാത്രം പോസ്റ്റാണ് കേട്ടോ. ഒന്ന് ഓഫീസ് അറ്റൻഡൻറ്റ് ഗ്രേഡ് 1 ക്ലർക്ക് അസിസ്റ്റൻറ്റും. ഡിഗ്രി യോഗ്യതയുള്ളവർക്കാണെങ്കിൽ ബൈ ട്രാൻസ്ഫർ ആയിട്ട് ജോലി കിട്ടും, അഥവാ 4-ൽ 1 ബൈ ട്രാൻസ്ഫർ പ്രൊമോഷനായിട്ടാണ് കിട്ടുക. പിന്നെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റായിട്ടും, കേരള PSC ഓഫീസ് അസിസ്റ്റൻ്റായിട്ടും, കേരള ലെജിസ്ലേറ്റീവ് സെക്രട്ടറി അസിസ്റ്റൻ്റായിട്ടും, ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അസിസ്റ്റൻ്റുമായിട്ടാണ് ഡിഗ്രി യോഗ്യതയുള്ളവർക്കായിട്ട് ലഭിക്കുന്ന പ്രൊമോഷൻസ്. കഴിഞ്ഞ ലിസ്റ്റ് 1.5 വർഷം കൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു ഇതായിരുന്നു. അതുകൊണ്ട് ഇത് അടുത്തത് മെയിൻ ലിസ്റ്റിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാലും നിങ്ങൾ ലിസ്റ്റിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജോബ് കിട്ടുന്ന ഒരു ലിസ്റ്റാണ്. അതുകൊണ്ട് നല്ല രീതിക്ക് പഠിക്കുക. ഇനിയുള്ള ടൈം വേസ്റ്റ് ചെയ്യാതെ ഇരുന്ന് പഠിക്കാൻ നോക്കുക. ഇത്ര ദിവസം പ്രിലിംസിൻ്റെ റിസൾട്ട് പറഞ്ഞിട്ട് അതിൻ്റെ ബാക്കോട്ട് നടന്നതുകൊണ്ട് പലർക്കും പഠിക്കാൻ നേരെ സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു മാസം കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഇനി. അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്